2023 റിലീസായ ലവ് യു സെൽഫ് എവിഡന്റ് എന്ന കഥയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. വൺ ലൈൻ ഒന്നും തന്നെ പറയുന്നില്ല, കാരണം ചെറുതായി പറഞ്ഞാൽ പോലും കഥയുടെ ആ ഒരു സസ്പെൻസ് ഒക്കെ പോയാലോ. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ നിങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. നിങ് ഇപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അവളുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു ട്രാജഡി ആലോചിക്കുന്നു. ആ ട്രാജഡി സംഭവിക്കുന്നത് നിങ്ങിന്റെ കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം തന്നെയാണ്. ഈ നടക്കുന്ന ആഘോഷം കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങിന്റെ ജീവിതത്തിൽ സംഭവിച്ച അവളുടെ ആദ്യത്തെ കുഞ്ഞിന്റെ പിറന്നാൾ ദിവസമാണ്. നിങ്ങും ഹസ്ബൻഡ് ലീയും അവരുടെ കുഞ്ഞിന്റെ കൂടെ വളരെ ഹാപ്പിയായി പിറന്നാൾ ആഘോഷിക്കുന്ന ആ വേളയിലാണ് അവിടെ പടിക്കെട്ടിൽ നിന്ന് ഉരുണ്ടു വീണ് ഒരാൾ മരിക്കുന്നത്. അത് മറ്റാരുമല്ല, നിങ്ങിന്റെ മുത്തശ്ശനാണ്. അതോടുകൂടി അവളുടെ കഷ്ടകാലം തുടങ്ങി. നിങ്ങിന്റെ അമ്മായിമ്മയാകട്ടെ ഒരു വീഡിയോ ലീയെ കാണിച്ചിട്ട് ഇത് നിന്റെ ഭാര്യയല്ലേ, അവളതെ മറ്റാരുമായിട്ട് ബന്ധത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. നിങ്ങ് പറയുന്നതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ അമ്മ കാണിച്ച വീഡിയോ വിശ്വസിച്ച് ലീ ഭാര്യയെ തള്ളി പറയുന്നു. അങ്ങനെ അമ്മായിമ്മ ആ ചാൻസ് മുതലാക്കി അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് അവള് കരയുമ്പോ ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അടുത്ത തലമുറയാ, അത് നിന്റെ കയ്യിൽ തന്നുവിടാനുള്ളതല്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അമ്മായിയമ്മ അവൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ആ മഴയത്ത് അവർ ഒരു മനസാക്ഷിയുമില്ലാതെ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം പോലും അല്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി അമ്മായിയമ്മ അവരുടെ മകനെ കബളിപ്പിച്ച് മരുമകളെ പടിയിറക്കി വിടുന്നു. തന്റെ ജീവിതത്തിൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? മുത്തശ്ശൻ മരിച്ചു, ഭർത്താവ് തള്ളി പറഞ്ഞു, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട അവൾ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. ഇപ്പോൾ ആ നടന്ന കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന നിങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലീയാണ്. ലീ വലിയൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ CEO ആണ്. പക്ഷെ മുന്നത്തെ പോലെയല്ല, ഈ സ്ഥാപനം വലിയ ലോസിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ലീ ആകട്ടെ അതിലൊന്നും യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ എന്തോ ഒന്ന് ആലോചിച്ചിരിക്കുകയാണ്. അന്ന് ലീയുടെ അമ്മയുടെ പിറന്നാളാണ്. വലിയൊരു പാർട്ടി വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും ലീ അതൊന്നും അറ്റൻഡ് ചെയ്യാനേ പോകുന്നില്ല. പക്ഷെ ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങാണ്. അവളെ കണ്ടപാടെ അന്നത്തെ ബർത്ത്ഡേ ഗേളായ അമ്മായിയമ്മയ്ക്ക് കലിയിളകുന്നു. നീ പിന്നെയും വന്നോടിന്ന് അമ്മായിയമ്മ ആക്രോശിക്കുമ്പോ വന്നു, ഒരു സമ്മാനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾക്കായി ഞാൻ കാത്തുവെച്ച സമ്മാനം എന്ന് പറഞ്ഞ് അവള് കുറച്ച് പേപ്പറുകൾ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോകുന്നു. ആ പേപ്പറുകൾ നോക്കുന്ന അവർക്ക് വലിയ സന്തോഷമാവുന്നു. കാരണം മറ്റൊന്നുമല്ല, 5 വർഷം മുന്നെയാണ് ഇങ്ങനെ ഈ കുടുംബത്തിൽ നിന്ന് ഇവർ പടി ഇറക്കി വിട്ടത്. അന്ന് അവൾ പ്രഗ്നന്റ് ആയിരുന്നു. അവളുടെ വയറ്റിലുണ്ടായിരുന്നത് ഇരട്ട കുട്ടികളായിരുന്നു. ആ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും DNA റിപ്പോർട്ടുമാണിത്. ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ കുട്ടികളുടെ അച്ഛൻ ഇവരുടെ മകനായ ലീ ആണെന്ന്. ഇവർക്ക് നിങ്ങിനോട് വലിയ താല്പര്യമില്ലെങ്കിലും അവൾക്ക് തന്റെ മകന്റെ ചോരയിലുണ്ടായ മക്കളെ ഇവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം അത് ഇവരുടെയും പേരക്കുട്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇവരെ ഒരുപാട് ഹാപ്പി ആക്കും. പക്ഷെ ഇവരുടെ അടുത്ത് നിന്ന് ആ പെൺകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൾക്കിത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. അവൾക്ക് ഇപ്പോൾ ഭാര്യയിൽ നിന്ന് അകന്ന് താമസിക്കുന്ന ലീയെ അവൾക്ക് ഒരു നോട്ടമുണ്ട്. അവനെ കല്യാണം കഴിക്കണമെന്നൊക്കെ പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ടാണ് ഭാര്യയുടെ റീ എൻട്രി അവളുടെ മുഖത്ത് കലിപ്പുണ്ടാക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് നിങ്ങ പോകുന്നത് ലീയെ കാണാനായിട്ടാണ്. നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. നിനക്കായിട്ടാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. അന്ന് ഞാൻ ചെയ്തത് തെറ്റാണ്. ആ വീഡിയോ ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായെന്നെല്ലാം അവൻ പറയുമ്പോൾ എന്തുകൊണ്ട് അത് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല? എന്തിന് അമ്മയുടെ വാക്ക് കേട്ട് എന്നെ തള്ളി പറഞ്ഞു? എന്തായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അവിടെ വെച്ചാണ് തന്റെ കുഞ്ഞിനെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കാണുന്നത്. അവൾ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞിന് ഇത് അമ്മയാണെന്ന് അറിയില്ലല്ലോ. ആ ടീം ലീ ഇത് നിന്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ നിനക്ക് 2 സഹോദരങ്ങളും കൂടിയുണ്ട്, ഒരു അനിയനും അനിയത്തിയുമെന്നും മൂത്ത മകന് പറഞ്ഞു കൊടുക്കാണ്. കുഞ്ഞുങ്ങളെ ഇവിടെ ചേർക്കാനായിട്ട് നല്ല സ്കൂളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്നെല്ലാം ലീ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ സമ്മതിക്കാമെന്ന് അവളും പറയുന്നു. കൂടാതെ ഇവർ ഒന്നിച്ചാണ് ബിസിനസ് മുന്നേ നടത്തിക്കൊണ്ടിരുന്നത്. അതൊരു ടെക്സ്റ്റൈൽ ഫാക്ടറിയാണ്. അവിടേക്ക് അടുത്ത ദിവസം നിങ്ങ പോകുന്നു. അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങിന്റെ വരവ് ഇഷ്ടപ്പെടാഞ്ഞ ആ നിൽപ്പുണ്ട്. അവൾ വർഷങ്ങൾക്ക് മുന്നേ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചതുപോലെ ഈ 2ാം വരവിലും പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടുന്നു. നിങ്ങാകട്ടെ അവിടെ ചെന്നിരുന്ന് അവളുടെ മുത്തശ്ശൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുകയാണ്. മുത്തശ്ശന്റെ ആഗ്രഹം പോലെ എല്ലാം ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പു നൽകുന്നു. അതിനുശേഷം മിസ്റ്റർ എക്സ് എന്ന ഒരാൾക്ക് മെയിൽ അയക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മടങ്ങി വന്നിരിക്കുന്നു, ഇനി ബാക്കി ഡീറ്റെയിൽസ് പറയുന്ന അവൾ മെയിൽ അയക്കുമ്പോഴേക്കും അതിന് റിപ്ലൈ വരുന്നത് ഫാക്സ് ചെക്ക് ചെയ്യാനായിട്ടാണ്. അവൾ ആ ഫാക്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ അവളുടെ മുത്തശ്ശന്റെ മരണം വെറും ഒരു അപകട മരണമല്ല, വെറുതെ പടിയിൽ നിന്ന് ഉരുണ്ടു വീണ് മരിച്ചതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വിഷാംശവും ഉണ്ടായിരുന്നു എന്നാണുള്ളത്.
അത് കണ്ടപാടെ ഇവൾ ഷോക്കാവുന്നു. ആരായിരിക്കും തന്റെ മുത്തശ്ശന് വിഷം നൽകിയതെന്ന് അവൾ ചിന്തിക്കുമ്പോൾ അതിനൊരു ഉത്തരവും അവൾക്ക് കിട്ടുന്നില്ല. അവൾ ആ മിസ്റ്റർ എക്സിന് മെസ്സേജ് അയക്കുന്ന ടൈം അത് നീ തന്നെ കണ്ടുപിടിക്കണം, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഒരു പ്രായശ്ചിത്തം പോലെ പറഞ്ഞതാണെന്ന രീതിയിൽ അയാൾ ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കും. അവളാകട്ടെ അന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി ലീ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം കുഞ്ഞുങ്ങളെയും കൂട്ടി അവൾ ലീയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ലീയുടെ അമ്മ ഈ കുഞ്ഞുങ്ങളെ കണ്ട് കൊഞ്ചിക്കാനായിട്ടൊക്കെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഇവരെ അറിയാത്തത് കൊണ്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നു. ആ സമയം നിങ്ങളുടെ ചേട്ടനെ അത് ചേട്ടന്റെ അടുത്ത് പോയി കളിക്കുന്ന പറഞ്ഞ് മൂത്ത മകന്റെ കൂടെ ഇളയ കുട്ടികളെ നിങ്ങൾ പറഞ്ഞു വിടുന്നു. അതിനുശേഷം അവിടെയുള്ള ലീയുടെ റൂമിലേക്ക് അവൾ പോകുന്നു. അവളിപ്പോ വീണ്ടും തിരിച്ചു വന്ന് ഈ ഒരു ഫാമിലിയിൽ തന്നെ താമസിക്കാനായാണ് ഇപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മുത്തശ്ശന്റെ മരണത്തെ പറ്റി അവൾക്ക് ചിലത് അന്വേഷിക്കണം. അതിനായിട്ട് മുത്തശ്ശന്റെ അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവൾ അന്വേഷിക്കുകയാണ്. അത് അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ അവൾ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് കാണുന്നു. അത് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇവൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇവൾ പോലും അറിയാതെ ഇവളുടെ ഇരട്ട കുട്ടികളുടെയൊക്കെ ഫോട്ടോസ് ആരോ എടുത്തു വെച്ചിരിക്കുന്നതാണ്. തീർച്ചയായും ഇത് ലീ വെച്ചിരിക്കുന്നതായിരിക്കാം. താൻ ഈ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ലീക്ക് താൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് കുഞ്ഞുണ്ടായതൊക്കെ അവൻ അറിഞ്ഞിങ്ങനെ ഫോട്ടോ എടുക്കണമെങ്കിൽ അവൻ തന്നെ പിന്തുടർന്ന് തന്റെ കാര്യങ്ങളെല്ലാം ദൂരെ മാറി നിന്ന് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാമെന്ന് അവൾ കണക്ക് കൂട്ടുന്നു. എന്തായാലും ഇതല്ലല്ലോ അവൾക്കിപ്പോ വേണ്ടത്. ഒരുവിധം ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തപ്പിയെടുക്കുമ്പോൾ അതിലെ ശരീരത്തിൽ വിഷമുണ്ടായിരുന്നു എന്നുണ്ട്. അന്ന് ആ പ്രശ്നങ്ങൾ കാരണം നിന്ന് നിൽപ്പിൽ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നുകൊണ്ട് അവൾക്ക് ഈ ഒരു റിപ്പോർട്ട് ഒന്നും തന്നെ അന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളിപ്പോൾ അതിന്റെ ചില ആവശ്യങ്ങൾക്കായി പുറത്തു പോയി തിരിച്ചിറങ്ങുന്ന സമയം ബൈക്കിലെത്തുന്ന ഒരു സംഘം അവളുടെ ബാഗ് തട്ടിപ്പറിച്ചു പോകുന്നു. അവളെ അവർ അപായപ്പെടുത്താനായി ശ്രമിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ലീ അവളെ സേഫ് ആക്കുന്നു. പക്ഷെ അവളെ അടിക്കാനായി നോക്കിയാടി അവന്റെ ദേഹത്താണ് കൊള്ളുന്നത്. നിങ്ങനെ അന്വേഷിച്ച് ഇറങ്ങിയതായിരുന്നു ലീ. എന്തായാലും അവൻ വന്നതുകൊണ്ട് അവൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൾ അവന്റെ കൈക്ക് മരുന്നൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ സോറി പറയുന്നവൻ, ഞാൻ നിന്നോട് വലിയ തെറ്റാ മുന്നേ ചെയ്തത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട, സാരയില്ല എന്നെല്ലാം അവൾ പറയുന്നു. അങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയാകട്ടെ ഇവന്റെ കയ്യിലെ മുറിവ് കണ്ടിട്ട് ഇതെല്ലാം ഇവളുടെ ഐശ്വര്യമായിരിക്കല്ലേ, വന്നതോടുകൂടി വീണ്ടും പണി കിട്ടാൻ തുടങ്ങിയല്ലോ എന്നെല്ലാം കുറ്റപ്പെടുത്തുമ്പോൾ അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് ലീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇതേസമയം മുന്നേ ഇവരെ ആക്രമിക്കാൻ നോക്കിയ ആ ബാഗ് തട്ടിപ്പറിച്ച് പോയ ആൾ നേരെ പോകുന്നത് യുവിന്റെ അടുത്താണ്. യുവിനാണ് അയാൾ ആ ബാഗ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ ഇത് യുവിന്റെ ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോ മാത്രമല്ല, മുന്നേ നിങ്ങിനെതിരെ ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കി അവളുടെ അമ്മായിയമ്മയെ ലിന്നിനെ തെറ്റിദ്ധരിപ്പിച്ച് അന്ന് നിങ്ങ ആ വീട് വിട്ട് ഇറങ്ങാൻ കാരണക്കാരിയായതും ഈ യുവും അവളുടെ ഈ കൂട്ടാളിയും തന്നെയാണ്. അവളെ അന്ന് പുകച്ച് പുറത്ത് ചാടിച്ചതുപോലെ വീണ്ടും നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇവർ പ്ലാൻ ചെയ്യുന്നു. ഇതേസമയം വീട്ടിലാകട്ടെ കൈ പരിക്കേറ്റിരിക്കുന്ന ലീക്ക് ആഹാരമൊന്നും കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് കാണുന്ന നിങ്ങാണ് അവനത് വാരി കൊടുക്കുന്നത്. അവനും അത് ആഗ്രഹിച്ചിരുന്നു. വീണ്ടും ഇവളുടെ കൂടെ പഴയ പോലെ വളരെ സ്നേഹത്തോടെ സമയം ചെലവഴിക്കണം എന്നതാണ് അവന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അങ്ങനെ പിന്നീട് ഇവർ കമ്പനിയുടെ കാര്യങ്ങളിലൊക്കെ ബിസി ആയിരിക്കുന്ന ടീം അവിടുത്തെ ഒരു ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂംസ് കാണുന്നു. നിങ്ങൾ ഇതൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞ് ആ ഡിസൈനിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഡിസൈനർ അതിനെ എതിർക്കുന്നു. ഈ സംസാരം കേട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന യുവും ഡിസൈനറിന്റെ സപ്പോർട്ട് ചേർന്ന് നിങ്ങനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങിനെതിരെ ലീയുടെ അടുത്ത് ഇവർ ചെന്ന് കംപ്ലൈന്റ് പറയുമ്പോൾ നിങ്ങിനെ സപ്പോർട്ട് ചെയ്താണ് ലീ ഇവിടെ നിലപാടെടുക്കുന്നത്. ഒട്ടും നല്ല രീതിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി പെർഫോം ചെയ്യാതെ വളരെ മോശം കോപ്പി കാറ്റ് ഡിസൈൻസ് മാത്രം തയ്യാറാക്കുന്ന ഈ ഡിസൈനറിനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കാര്യം യുവിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. തന്റെ അഭിപ്രായത്തിനും മേലിൽ ലീ നിങ്ങിനാണ് വാല്യൂ കൊടുക്കുന്നത് എന്ന കാര്യം. അങ്ങനെ പിന്നീട് അന്ന് വീട്ടിലേക്ക് എത്തുന്ന ടീം അവിടെ ലീയുടെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ലീയുടെ അമ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ടീം നിങ്ങിനെ അമ്മായിയമ്മ മാറ്റി നിർത്തി സംസാരിക്കുന്നു. നീ ഇവിടം വിട്ട് പോകാനായിട്ട് നിനക്ക് എത്ര കാശ് വേണം, എത്ര വേണമെങ്കിലും ഞാൻ തരാമെന്നെല്ലാം അമ്മായിയമ്മ പറയുന്ന ടീം അവൾ പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നു. കാരണം അവൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. ആരാണ് അവളുടെ മുത്തശ്ശന് വിഷം കൊടുത്തതെന്ന് അവൾക്ക് കണ്ടുപിടിക്കണ്ടേ. പക്ഷെ അവൾ മുത്തശ്ശന്റെ മരണത്തിന്റെ കാര്യമൊന്നും അമ്മായിയമ്മയോട് പറയുന്നില്ല. പോകുന്നില്ല എന്ന് തറപ്പിച്ചു പറയുന്നേ ഉള്ളൂ. അമ്മായിയമ്മയ്ക്ക് അത് കേട്ട് വീണ്ടും കലിപ്പാകുന്നു. അങ്ങനെ പിന്നീട് ലീയുടെ അമ്മ യുവിനെ കണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ക്ലോത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ചില ആളുകൾക്ക് കംപ്ലൈന്റ്സ് ഉണ്ടല്ലോ, അവർക്ക് അതിടുമ്പോൾ അലർജി വരുന്നതായും ചിലർ അതുമൂലം ഹോസ്പിറ്റലൈസ്ഡ് ആയതായും ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത് നീയല്ലേ, ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, എന്തെങ്കിലും പ്രശ്നം കമ്പനിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഇവർ ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല ആന്റി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ, നമ്മുടെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്നെല്ലാം അവൾ പറഞ്ഞുഴപ്പുന്നു. ആക്ച്വലി ലീയുടെ അമ്മ ഈ പറഞ്ഞ കാര്യം പിന്നീട് വലിയ ഇഷ്യൂ ആയി മാറുന്നുണ്ട്. കുറെ പേര് ഈ സ്ഥാപനത്തിലേക്ക് പ്രൊട്ടസ്റ്റ് നടത്തുന്നു. നിങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ കാരണം അത് ഉപയോഗിക്കുന്നവർക്കെല്ലാം അലർജി പ്രശ്നം വരുവാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലെല്ലാം. അതിനെ തുടർന്ന് ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ഇപ്പോൾ വീണ്ടും ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന നിങ്ങിനെതിരെ ചിലർ ആരോപണം ഉന്നയിക്കുന്നു. നിങ്ങായിരിക്കാം ഈ
നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ ഇത്രയും നാളില്ലാത്ത ആരോപണം ഇപ്പോൾ എങ്ങനെ വന്നു എന്ന രീതിയിലെല്ലാം അവർ സംസാരിക്കുമ്പോൾ അങ്ങനെ ശക്തമായ തെളിവുകളില്ലാതെ നിങ്ങിനെ ബ്ലെയിം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. തെളിവുകൾ അന്വേഷിച്ച് കണ്ടെത്താം. അതിനുശേഷം യഥാർത്ഥ കുറ്റവാളിയെ തന്നെ നമുക്ക് പിരിച്ചുവിടാമെന്ന് ലീ അവരോട് പറയുന്നു. അതിനുശേഷം ലീ നേരിട്ട് ക്ലോത്തിന്റെ സാമ്പിൾ പീസ് എടുത്ത് അത് ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ അലർജി ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. അങ്ങനെ ഇതേ ടീം വീണ്ടും മിസ്റ്റർ എക്സ് എന്ന ആളിനോട് എന്തെങ്കിലും ക്ലൂ താൻ അന്വേഷിക്കുന്ന കുറ്റവാളിയെ കണ്ടെത്താനായി കിട്ടുമോ എന്ന് അറിയാനായി നിങ്ങ ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങിനെതിരെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങിന്റെ സ്ഥാപനത്തിൽ തന്നെ ഉള്ള ഒരാളാണെന്നും പക പോക്കാനായിട്ടാണ് നിങ്ങിനോട് അങ്ങനെ ചെയ്യുന്നതെന്നും മനസ്സിലാവുന്നു. എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന രീതിയിൽ അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ ആക്ച്വലി ഞാൻ കുറെ തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന് പ്രായശ്ചിത്തം എന്ന വണ്ണം പ്രശ്നത്തിൽ പെടുന്നവരെ സഹായിക്കാനായിട്ടാ ഞാൻ ഈ പറയുന്നത്. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ക്ലൂസ് തന്ന് സഹായിക്കാനേ കഴിയൂ. നിന്റെ എല്ലാ സംശയങ്ങളും തീരുന്ന രീതിയിൽ എന്റെ ഐഡന്റിറ്റി ഒന്നും റിവീൽ ചെയ്യാൻ കഴിയില്ലെന്ന് മിസ്റ്റർ എക്സ് മറുപടിയും പറയുന്നു. അങ്ങനെ പിന്നീട് യു ഒരു ക്ലയന്റിനെ സ്വാധീനിച്ച് നിങ്ങനെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുന്നു. ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞ് ആ ക്ലയന്റിന്റെ അടുത്തേക്ക് നിങ്ങനെ വിളിച്ചു വരുത്തി അവൾക്ക് നിർബന്ധിച്ച് ഡ്രിങ്ക്സില് ലഹരിമരുന്ന് കലക്കി നൽകി അവളുടെ ബോധം നഷ്ടപ്പെടുന്ന സമയം അവളെ ഉപദ്രവിക്കാനായി ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മുന്നേ ഒരു അപകടത്തിൽ പെടാൻ നേരം അവിടെ രക്ഷകനായി ലീ എത്തിയതുപോലെ ഇവിടെയും അവൻ എത്തുന്നു. അവൻ ഏത് ടീമും ഇപ്പോൾ നിങ്ങിന്റെ പിറകെ അവൾ അറിയാതെ അവളെ വാച്ച് ചെയ്ത് നടക്കാണല്ലോ. അങ്ങനെ അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും മുന്നേ അയാളെ അടിച്ചിട്ട് നിങ്ങിനെ രക്ഷിക്കാനായി അവന് കഴിയുന്നു. എന്റെ ഭാര്യയാണിവൾ, അവളോട് എങ്ങനെ നിനക്ക് മിസ്ബിഹേവ് ചെയ്യാൻ സാധിക്കുമെന്ന് അവൻ ദേഷ്യപ്പെടുമ്പോ അയ്യോ നിങ്ങളുടെ വൈഫായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അയാൾ ഒരു എക്സ്ക്യൂസ് പറയുന്നു. ഇവനെ ആരോ പറഞ്ഞു വിട്ടത് ചെയ്യിക്കുന്നതാണെന്ന കാര്യം മനസ്സിലാക്കുന്ന ലീ ആകട്ടെ അതിനെപ്പറ്റി നിങ്ങിന്റെ കൂടെ ചേർന്ന് അവന്റെ സംശയം വെച്ച് ചില അന്വേഷണങ്ങൾ നടത്തുന്നു. ആ ടീം ഇവരുടെ ഗാർമെന്റ് ഫാക്ടറിയിലേക്ക് ചെല്ലുന്ന സമയം അവിടെ ചില ആളുകൾ ചില ക്ലോത്തുകളുടെ സാമ്പിൾസ് നശിപ്പിക്കാൻ നോക്കുന്നത് കാണുന്നു. അങ്ങനെ നടത്തുന്ന അന്വേഷണത്തിൽ ഇതിനെല്ലാം കാരണം യു ആണെന്ന് മനസ്സിലാവുന്നു. അവൾ മനഃപൂർവ്വം തന്നെ ഫാക്ടറിയിൽ വെച്ചിരിക്കുന്ന തുണികളിൽ രാസവസ്തു ചേർക്കുകയാണെന്നും അതുമൂലമാണ് അത് ഉപയോഗിക്കുന്നവർക്ക് അലർജി വരുന്നതെന്നും കണ്ടെത്തുന്നു. യുവിനെ വളരെ വിശ്വസ്തയായി കൂടെ കൊണ്ട് നടക്കുന്ന തന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ കപട മുഖം പൊളിച്ചെടുക്കാനായി ലീ അമ്മയുടെ മുന്നിൽ വെച്ച് ഈ കാര്യങ്ങളെ പറ്റി യുവിനോട് ചോദിക്കുമ്പോൾ അവൾ ആദ്യം നിഷ്കളങ്കയായി അഭിനയിക്കുന്നുണ്ടെങ്കിലും അധികം നേരം അവൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. താനാണ് അതെല്ലാം ചെയ്തതെന്നും കമ്പനിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം താനാണെന്നും അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. എന്തിനിങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങിനെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ടാണ് താൻ ചെയ്തത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി നിങ്ങാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു തന്റെ ശ്രമമെന്ന് അവൾ സമ്മതിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങേണ്ടി വരുന്ന യു നേരെ പോകുന്നത് ലീയുടെ ഓഫീസ് റൂമിലേക്കാണ്. അവിടെ ഒരു ഫയലിനകത്ത് നിങ്ങിന്റെ മുത്തശ്ശന്റെ ഫോട്ടോ അവൾ ക്രോസ് മാർക്ക് ഇട്ട് വെക്കുന്നു. മുത്തശ്ശന്റെ മരണം നിങ്ങ അന്വേഷിക്കുന്നു എന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഇറങ്ങിയ സമയത്ത് തട്ടിയെടുത്ത ബാഗിൽ ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന യു മുത്തശ്ശന്റെ മരണത്തിന് കാരണം ലീ ആണെന്ന് നിങ്ങിന്റെ ഉള്ളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും പിന്നീട് മിസ്റ്റർ എക്സ് നിങ്ങിനോട് ലീയുടെ ഓഫീസ് റൂം ഒന്ന് പരിശോധിക്കാനായി മെസ്സേജ് അയച്ചതിനെ തുടർന്ന് അവൾ അതുപോലെ പരിശോധിക്കുമ്പോൾ ഈ ഫോട്ടോ കാണുന്നു. ഇത് കാണുന്ന അവൾ ലീ തന്നെയാണ് തന്റെ മുത്തശ്ശനെ കൊന്നതെന്ന് ഉറപ്പിക്കുന്നു. പക്ഷെ അതിനെപ്പറ്റി നേരിട്ട് ലീയോട് ചോദിക്കുന്നില്ല. അവൾ ലീയുടെ മെസ്സേജുകളും കോളുകളും എല്ലാം ഇഗ്നോർ ചെയ്യുന്നു. ലീ ആകട്ടെ ലേറ്റ് ആയിട്ടും നിങ്ങൾ വീട്ടിലേക്ക് വരാത്തതിൽ ടെൻഷൻ ആയിരിക്കുമ്പോൾ അമ്മയ്ക്കൊരു സർപ്രൈസ് നൽകാനായി കുട്ടികൾ അച്ഛനെ എൻകറേജ് ചെയ്യുന്നു. അങ്ങനെ മക്കളും അച്ഛനും കൂടി ചേർന്ന് നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഒരു സർപ്രൈസ് പ്രപ്പോസൽ സീൻ അവിടെ നടത്തുന്നു. കുട്ടികളുടെ മുന്നിൽ വെച്ച് ആ റിങ് കയ്യിലേക്ക് ഇടാനായി നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിലും അവൾ അത് അക്സെപ്റ്റ് ചെയ്തതുപോലെ വാങ്ങുന്നു. പക്ഷെ അടുത്ത ദിവസം ചരിത്രം ആവർത്തിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും തന്നെ ഒരു രീതിയിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് ലീ, അതുകൊണ്ടല്ലേ താനെന്ന് ആ പെരുമഴയത്ത് കുറ്റാരോപിതയായി ഇറങ്ങിപ്പോയപ്പോഴും തന്നെ തിരിഞ്ഞുപോലും ലീ നോക്കാഞ്ഞതെന്നെല്ലാം നിങ്ങൾ കുറ്റപ്പെടുത്തി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ആ മോതിരവും തിരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ലീ ഇവളെ അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് സത്യം. ഇപ്പോൾ വീണ്ടും ഇവളുമായി ഒന്നു ചേരാമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ലീ ആകെ മദ്യപിച്ച് ലെക്ക് കെട്ടൊരു ക്ലബിലിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് എത്തുന്ന യു അവനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഹോട്ടൽ റൂമിൽ അവനുമായി ക്ലോസ് ആവാനായി ശ്രമിക്കുകയാണ്. പക്ഷെ അവൾക്ക് അവസരം മുതലെടുക്കാൻ സാധിക്കും മുന്നേ നന്നായി മദ്യപിച്ചിരിക്കുകയാണെങ്കിലും ലീക്ക് ഇവളെ മനസ്സിലാവുകയും ഇത് തന്റെ നിങ്ങല്ല എന്ന ആ ഒരു ദേഷ്യത്തിൽ അവളോട് നീ എത്ര വിചാരിച്ചാലും എന്റെ ഉള്ളിൽ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല, എന്റെ ഉള്ളിൽ നിങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് അവൻ ആവർത്തിക്കുകയും ചെയ്യുന്നു. രാത്രി ഒരുപാടായിട്ടും ഇവൻ വീട്ടിലേക്ക് വരാത്തതിൽ ആകെ ടെൻഷൻ ആകുന്ന നിങ് അവനെ ഫോൺ ചെയ്യുമ്പോൾ അവൻ നല്ല മദ്യപിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. അങ്ങനെ അവൾ വേഗം തന്നെ ലീ ഉള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു. ആ ടീമാണ് ലീയോട് തന്റെ മുത്തശ്ശന്റെ മരണത്തിൽ ലീക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നെല്ലാം അവൾ ചോദിക്കുന്നത്. പക്ഷെ ലീ ആകട്ടെ ഒരിക്കലും എനിക്ക് മുത്തശ്ശനെ കൊല്ലാൻ കഴിയില്ല, കാരണം ഞാനും നിന്റെ മുത്തശ്ശനെ എന്റെ മുത്തശ്ശനായി കണ്ടു തന്നെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. പക്ഷെ ഞാനും മുത്തശ്ശന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനായിട്ടുള്ള അന്വേഷണത്തിലാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മുത്തശ്ശന്റെ ശരീരത്തിൽ കണ്ട അതേ വിഷാംശം തന്നെയാണ് നമ്മുടെ മെറ്റീരിയലിലും ഉള്ളത്. അതാണ് ആളുകളിൽ അലർജിയും ഉണ്ടാക്കിയതെന്നെല്ലാം അവൻ പറയുന്നു.
പിന്നീട് യുവിൽ സംശയം തോന്നുന്ന ലീ യുവിനെ ജോലി സ്ഥലത്ത് നിന്ന് തന്നെ പിരിച്ചുവിടുകയാണ്. അവളാകട്ടെ അതിന്റെ പകയിൽ ഇവരുടെ മൂത്ത മകനെ തട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം നിങ്ങിനെ കോണ്ടാക്ട് ചെയ്ത് വലിയൊരു തുക കൊണ്ടു തന്നില്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറയുമ്പോൾ പ്രത്യേകം ലീയോട് ഇത് പറയരുതെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ് ലീക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്താണ് കാശുമായി ആ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് കാശ് കൊടുത്ത് തന്റെ മകനെ രക്ഷിക്കാനായി നിങ് ശ്രമിക്കുമ്പോൾ മുത്തശ്ശന്റെ കൊലപാതകത്തിന് പിന്നിൽ താനാണെന്ന കാര്യം യു വെളിപ്പെടുത്തുന്നു. നിങ്ങിനെ ഇവിടെ നിന്ന് പുറത്താക്കാനായി മുത്തശ്ശൻ ഒരു തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയാണ് മുത്തശ്ശനെ അന്ന് കൊന്നു കളഞ്ഞതെന്ന് അവൾ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ലീയും പോലീസും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ തട്ടിക്കൊണ്ടുപോക്കിനും മുന്നേ നടത്തിയ കൊലപാതകത്തിനുമൊക്കെയായി യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. തുടർന്ന് എല്ലാ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ മാറി തന്റെ ഫാമിലിയുടെ കൂടെ ഒന്നിച്ച് നിങ് ഹാപ്പി ആവുന്നു. അങ്ങനെ 3 മക്കളുടെ ഒപ്പം ലീയും നിങ്ങും ഹാപ്പിയായി മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങുന്ന ഈ ഒരു സമയം അവൾ മനസ്സിൽ വളരെയധികം നന്ദിയോടെ സ്മരിക്കുന്നത് മിസ്റ്റർ എക്സ് എന്ന ആ ഒരു അജ്ഞാതനെയാണ്. കാരണം അയാൾ ആരെന്ന് പോലും അറിയില്ല. പക്ഷെ വളരെ നല്ലൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടായ അയാൾ ഹാക്കിങ്ങിലൂടെ മറ്റും പലരുടെയും വലിയ രഹസ്യങ്ങൾ മനസ്സിലാക്കി അവർ കഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് അവരെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ഫ്രീ സർവീസ് പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവളെ അയാൾ സഹായിച്ചതിലൂടെയാണ് അവൾ ഇപ്പോൾ ഇവിടേക്ക് തിരിച്ചെത്തിയതും ഇവിടെ വന്ന് തന്റെ മുത്തശ്ശന്റെ യഥാർത്ഥ മരണകാരണം കണ്ടെത്തിയതും തുടർന്ന് കൊലപാതകിയെ പൂട്ടാൻ കഴിഞ്ഞതുമെല്ലാം. അങ്ങനെ ഇവിടെ ഇവർ ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥയും ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.